ഇത് നമ്മുടെ കാടൊക്കെ ഉണ്ടല്ലോ, എന്ത് നന്നായി സൂക്ഷിക്കേണ്ടതാണെന്നറിയോ. ഇത് ഇപ്പം നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൽ നിന്ന് കണ്ണകി ക്ഷേത്രമില്ലേ, അതിലെ മംഗളാദേവി ക്ഷേത്ര ഉത്സവത്തിന് പോയതാണ്. ഇത് വരുന്ന വഴിക്കുന്നുണ്ടോ പ്ലാസ്റ്റിക്, ഇതൊക്കെ ഇട്ട് പോയേക്കുക. ഇത് വേറെ ഇതുണ്ടോ ഈ പ്ലാസ്റ്റിക്, ഇതൊക്കെ നശിപ്പിച്ച് കളയുമല്ലോ. ഇത്രയും ഒരു സൗകര്യമായിട്ട് നമുക്ക് കാട് തുറന്ന് കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ കൊണ്ടുപോയി വെറുതെ നശിപ്പിച്ച് കളയുക. ഞാനെന്നാലും എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാം പിന്നെ എന്നാ ചെയ്യുന്ന, ഇവരെടുക്കുമായിരിക്കും. എന്നാലും ഞാനിതിപ്പോൾ ഈ വഴിയിൽ നിന്ന് മാറി ചുള്ളിലോട്ട് കയറി വരുന്ന വഴിയാണ്. ഇതുണ്ടോ, ഉണ്ടോ, ഇതൊക്കെ എന്ത് പറയാനാ. ഒന്നെങ്കിൽ ഇതുകൊണ്ട് സാധനമൊക്കെ പകരം മാറ്റി വല്ല വേറെ എന്തെങ്കിലും വാട്ടർ ബോട്ടിൽ മീൻസ് ഒരു സ്റ്റീലിൻ്റെ ഒക്കെ ആക്കുക. ഇതൊക്കെ വെറുതെ കാട്ടിനുള്ളിലോട്ട് മൃഗങ്ങൾക്ക് പറഞ്ഞുണ്ടാക്കാം. ചിലപ്പോൾ ഒരു ക്ലീൻ ചെയ്യുമായിരിക്കും. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇതുകൂടെ കിടക്കും. എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ്. ഒരു പ്ലാസ്റ്റിക് കഷ്ണം പോലും ഇട്ടെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാടിൻ്റെ ഉള്ളിലോട്ടൊക്കെ. നമുക്ക് മനുഷ്യന്മാർക്കുള്ള സ്ഥലം മനുഷ്യന്മാർക്കുണ്ടല്ലോ, ഈ മൃഗങ്ങളുടെ സ്ഥലം കൂടെ വന്നിട്ട് ഒരു ഉത്സവത്തിൻ്റെ പേരും പറഞ്ഞ് വരുന്നു. ഓക്കെ, ഉത്സവമല്ലേ, നമുക്കെല്ലാവർക്കും വരാം. പക്ഷേ ഒരു കാടിന്ന് വൃത്തിയായി സൂക്ഷിക്കാനുള്ളൊരു ക്രമം വേണം. ഇത് തമിഴ്നാട് കിട്ടുന്ന കുട്ടികളെ കുപ്പിയാണെന്ന് തോന്നുന്നത്. കൊണ്ടുവരുന്നത് ഇപ്പോൾ മലയാളികൾ തമിഴ് ആൾക്കാരൊന്നുമില്ല. പക്ഷേ ഇത് കാണിച്ച് ഭയങ്കര മോശമായി. ഞാൻ കുപ്പി എടുത്തിട്ടുണ്ട്, താഴെ കൊണ്ടേ കളയാനുള്ള പരിപാടിയാണ്.